നാളെ അവളുടെ ജന്മദിനത്തിൽ തന്നെ നിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം. അവള് നിന്റെ പെണ്ണാണെന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്ത് വയ്ക്കണം. നാളത്തോടെ എന്റെ സ്ഥാനം കൈയടക്കി നീ കണിമംഗലത്തെ രാജകുമാരിയാവും. അത് സ്വപ്നം കണ്ട നിന്റെ ഉറക്കം അല്ലേ? നാളെ ജന്മദിനമല്ലേ, ആഘോഷിക്കാനുള്ളവരെത്തുമ്പോ നീ ചത്ത് മലച്ച് കിടക്കുന്നത് കണ്ടാ മതി. അല്ല, ഞാനെന്തിനാ നിന്നെ കൊന്ന് ജയിലിൽ പോകുന്നേ? എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തില്ല. രാധിക കണിമംഗലത്തിൽ നിന്നും ആറ്റുവാശ്ശേരിയിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി തൽക്കാലം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് രണ്ടും നീ ചെയ്തിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. നാളെ എന്നെ തകർക്കാനായി എത്തുന്നവര് സ്വയം തകരുന്ന കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാം.
എന്റെ മുത്തശ്ശി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കുറച്ച് പേടിയും ചൂടും ഒക്കെ നല്ലതാ. ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ഇങ്ങനെ ഉറങ്ങിപ്പോയാല് നീ വരുമ്പോ ആരാ വാതിൽ തുറന്നു തരുന്നേ? ഈ സ്നേഹത്തിന് ഞാൻ എന്താ പകരം തരണ്ടേ? വെളുപ്പിന് 4 മണിയായി. നീ അവളെ കണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാദ്യം ചെയ്യും. എന്നിട്ട് മതി കടവും കടപ്പാടും ഒക്കെ തീർക്കുന്നേ. മുത്തശ്ശി, യു സോ സ്വീറ്റ്. ലോകത്തൊരിടത്തും സ്വന്തം പേരക്കുട്ടിയുടെ പ്രണയത്തിന് വേണ്ടി ഇത്രയും കാവലിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടാവത്തില്ല. മതി മതി എന്നെ പുകഴ്ത്തിയത്. എത്രയും പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുത്ത് ആശംസകളും പറഞ്ഞ് തിരിച്ചു പോവാൻ നോക്കി. അല്ല, തിരിച്ചു പോണോ? പിന്നെ എന്നെ കളിയാക്കുവാണോ? അടിച്ചോടിക്കും ഞാൻ നിന്നെ. പോടാ അങ്ങോട്ട്. ചെല്ലട്ടെ. ഷോ, എന്റെ ഭഗവാനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഉച്ചയ്ക്കില്ല. ഹാപ്പി ബർത്ത്ഡേ. അമ്മേ, അമ്മ ഒന്ന് വാതിൽ തുറക്ക്. അമ്മ ഒന്ന് തുറക്കമ്മേ. അമ്മേ, എന്താ മോളെ? എന്താ ഈ നേരത്ത്? എന്താ കുട്ടി? അവിടെ ചേച്ചിയുടെ മുറിയില് എന്താ നടക്കുന്നൊന്ന് നോക്ക്. എന്താ എന്താ മോളെ? നീ കാര്യം എന്താണെന്ന് പറ മോളെ. എന്നെ കൊണ്ടത് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. വാ അച്ഛ, വരൂ. അതെ, വിവരം അറിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഓടിപ്പോന്നതാ. എന്റെ ഗിഫ്റ്റ്.
പേടിക്കണ്ട, മുത്തശ്ശി കാവലുണ്ട്. വാ അമ്മേ. അതെ, എനിക്കറിയാം ഈ നല്ല ദിവസം നിന്റെ മനസ്സിൽ എന്നെ കാണുമെന്നുള്ള തോന്നലുണ്ടാവുമെന്ന്. ഈ പിറന്നാൾ ദിനത്തിൽ ഒരു പ്രസന്റ് ഞാൻ തൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് എടുക്കുക. കണ്ടില്ലേ അച്ഛ, അച്ഛന്റെ മോന്റെ സ്വഭാവം എന്തെന്ന് കണ്ടില്ലേ? എന്റെ ജീവിതം ഇവര് രണ്ടുപേരും കൂടെ പിച്ച് ചീന്തി കളയുന്ന. കണിമംഗലത്തിന്റെ അന്തസ്സിന്റെ അളവ് ചോദിച്ചാൽ നിന്റെ പൊക്കത്തോളം എന്ന് പറഞ്ഞ് ശീലിച്ചവനാ ഞാൻ. എന്നെ നീ ചതിച്ചു കളഞ്ഞല്ലോടാ. നീ എന്തിനാ മോളെ തല കുനിച്ചു നിൽക്കുന്നേ? തല ഉയർത്തി നിൽക്കേണ്ടവളല്ലേ നീ? അനിയത്തിയുടെ ഭർത്താവുമായിട്ട് ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോ ദേവനാരായണൻ തിരുമേനിയുടെ മകള് തല ഉയർത്തി തന്നെ പിടിക്കണം. നിന്നെക്കുറിച്ച് എന്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. കുറച്ചു കാലം എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോ പെൺകുട്ടികൾക്കൊരു ഉദാഹരണമായി ഞാൻ നിന്റെ പേരാ പറഞ്ഞിരുന്നത്. വീഴ്ച ഒരുപാട് ഉയരത്തിൽ നിന്നായി പോയല്ലോ മോളെ. ഏട്ടാ, ഇത് ഈ വീട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ദേ ഈ നിൽക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മയാ ഇവർക്ക് കൂട്ട്. പിന്നെ ബഹളം വെക്കാതിരുന്നത് എന്താ? കണിമംഗലത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? ഏട്ടന് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റൂ? ഇതാ നിങ്ങൾ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോ ഇവനെ കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞത്. പിന്നെ ഇവനെയും കൂട്ടി നിങ്ങൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവനെ കൂട്ടണ്ടെന്ന് പറഞ്ഞതും ഇതുകൊണ്ടാവും. ഇതൊക്കെ ആരും അറിയാതെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവള് വിളിച്ചു വരുത്തിയതാ ഇവനെ. പത്മിനി,
രണ്ടുപേരും ഒരു കുറ്റം ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് കുറ്റപത്രം ചുരുക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ളൂ. ഇവർ രണ്ടുപേരും ഈ കണിമംഗലത്ത് വേണ്ട. വാ ഇങ്ങോട്ട്. ഞാനൊന്ന് പറയട്ടെ അച്ഛാ. പരമേശ്വര, നീ എന്ത് നോക്കി നിൽക്കുക? ഇറങ്ങടി പുറത്ത്. പരമേശ്വര, ഞാൻ പറഞ്ഞു കേൾക്ക്. നോക്കി നിൽക്കുന്നുണ്ടല്ലേ? ഇറങ്ങാൻ. പരമേശ്വര, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ നീ ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമേ ഞാൻ അറിയേണ്ടത്? അറിയണം, അറിഞ്ഞേ പറ്റൂ. എസ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, വരുണിന്റെ നഷ്ടബോധത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതിതാണ്. ഇന്നല്ല, പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന് മുൻപേ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ ഇവര്. അമ്മേ, ഇക്കാര്യം നിനക്കറിയാം, ഈ നിൽക്കുന്ന ഉർവശിക്കറിയാം. എന്തിന് ഈ നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിച്ച് കണ്ടു എന്ന് പറയുന്ന പ്രിയങ്കയില്ലേ, അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. വരുണും രാധികയും ഒരു മനസ്സോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഇവന്റെ കയ്യിലുണ്ട്. കാണിച്ചു കൊടുക്കടാ അങ്ങോട്ട്. രാധികേ, വാ. എല്ലാവരും വാ, എല്ലാവരും. ദൈവത്തിന് സാക്ഷി നിർത്തി ഇവൾ എന്റേതാണെന്നുള്ളതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. വരുൺ, രാധികേ, ഇനി ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എൻ്റെ പെണ്ണാ. അതിവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാവണം. ഒളിച്ചും പാത്തുമൊന്നും ഇനി നമുക്ക് ജീവിക്കണ്ട. എല്ലാം നിന്റെ ജന്മദിവസമായി ഇന്ന് തന്നെ അവസാനിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. അത് എന്നെയും രാധികയും നിങ്ങൾ ഒന്നിച്ച് കണ്ടതല്ല. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ എനിക്കിഷ്ടമാണ്, അവിടെ പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതാ ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ കാണാൻ പറഞ്ഞതും വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതും ദേവനാരായണൻ തിരുമേനിയുടെ മൂത്ത മകളായ ഈ നിൽക്കുന്ന രാധികയെ. പക്ഷെ നിങ്ങൾ പോയി കണ്ടതും ഉറപ്പിച്ചതും ഇളയ മകളായ പ്രിയങ്കയാണ്.